ഓക്കെ, ഞാൻ ഈ ഒരു സെക്ഷൻ ഞാൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കാരണം ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും. ഓക്കെ, സോ വർക്കിംഗ് വിത്ത് ഐഡിയൽ എഡിറ്റർ. സോ ഐഡിയൽ അല്ല, പൈത്തണിന്റെ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. ജസ്റ്റ് സോ പൈത്തണിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഇതിൽ പോയാൽ മതി. യു ഹാവ് ടു ഗോ ടു ദ സൈറ്റ്, ഡൗൺലോഡ് പൈത്തൺ. അവിടെ കാണുന്ന ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. സോ പൈത്തൺ വിൽ ഗെറ്റ് ഡൗൺലോഡഡ്. അതൊരു 2 to 3 minutes, 2 minutes ഒന്നും വേണ്ട, ജസ്റ്റ് 1 minute തന്നെ പൈത്തൺ ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, അപ്പൊ നിങ്ങൾ ലേറ്റസ്റ്റ് വേർഷൻ വിൻഡോസ് 11 ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള, മോസ്റ്റ്ലി ഏത് ഫോൾഡറിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നോക്കണം. എന്നിട്ട് അതിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട്, അപ്പൊ ഇതാണോ നോക്കണം ഈ കിട്ടിയിട്ടുള്ളത് പൈത്തൺ 3.1.2 AMD 64.exe. ഇങ്ങനെ ആയിരിക്കും അത് വരിക. 64 ബിറ്റ് ആണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻഷുർ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ഇത് വരിക. അത് കഴിഞ്ഞ് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പുതിയ OS ഒക്കെ 64 ബിറ്റ് തന്നെ ആയിരിക്കും. അപ്പോ നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കണം. അപ്പൊ ആ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്താൽ എന്നിട്ട് വേണം ഇത് റൺ ചെയ്യാൻ. അപ്പൊ റൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ഈ പാത്ത് ഇത് രണ്ടും ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ നൗ ആണ് അടിക്കേണ്ടത്. നിങ്ങൾ ഈ ലൊക്കേഷൻ മാറ്റി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇതിന്റെ ലൊക്കേഷൻ കസ്റ്റമൈസ്ഡ് ഇൻസ്റ്റാളേഷന്റെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ മാറ്റുകയാണ്. അപ്പൊ ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ തരുമ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും സെറ്റിംഗ്സ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പൈത്തൺ എപ്പോഴും അതിന്റെ ഡിഫോൾട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പിന്നീട് നിങ്ങൾക്ക് ഹയർ ആയിട്ട് വേറെ വല്ലതും പഠിക്കണം എന്നുണ്ടെങ്കിൽ, നാളെ ഡാറ്റാ സയൻസോ വല്ലതും ഇതിന്റെ അപ്ഗ്രേഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് യു ഹാവ് ടു ഇൻസ്റ്റാൾ മോർ ലൈബ്രറീസ്. പൈത്തണിന്റെ നോട്ട് പാഡ് എന്തിനാ കൊടുക്കണം? അത് എഡിറ്റ് ചെയ്യാനാണ്, ആ ഫയലിൽ കോഡ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, വെൽക്കം ടു മനോരമ ഹൊറൈസൺ. ഇതാണ് ഞാൻ അതിൽ കമാൻഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് നോട്ട് പാഡിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അതിനെ റൺ ചെയ്യാം. അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് പാഡ് റൺ ചെയ്യാം, പിന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടും രണ്ട് വഴിക്കും റൺ ചെയ്യാം. ഇനി വേറെ ഒന്നാണ്, ഞാൻ വേറൊരു ഓപ്ഷനാണ് ഞാൻ കാണിച്ചു തന്നത്. ഈ ഞാൻ റൺ യൂസിങ് എന്താണ് ഐഡിയൽ എഡിറ്റർ. ഐഡിയൽ കുറച്ചും കൂടി പൈത്തണിന്റെ ബിൽറ്റ് ഇൻ എഡിറ്റർ ആണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണെന്ന് മാത്രം. ഡിഫറൻസ് ഇത് ലിറ്റിൽ ബിറ്റ് യൂസർ ഫ്രണ്ട്ലി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഇന്നലെ കാണിച്ചു തന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൊലാബ് വഴി നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ, കൊലാബ് വഴി ചെയ്യുമ്പോൾ ഡയറക്ട്ലി ഇതേമാതിരി ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓൺലി തിങ് യു ഷുഡ് ഹാവ് എ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് വേണം. അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉള്ളത്, പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് യു വാണ്ട് ടു ഡു പൈത്തൺ പിന്നെ പ്രൊഫഷണൽ വേ, ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കേസസിൽ അവിടെ നമുക്ക് പൈത്തൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ദിസ് ഇസ് നോട്ട് ഇനഫ്. അപ്പൊ അതിന് നിങ്ങൾക്ക് നോട്ട് പാഡോ ഈവൻ കൊലാബ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊലാബ് പോലും നമുക്ക് എന്താ വെച്ചാൽ കൊലാബ് യൂസർ ഫ്രണ്ട്ലി ആണ്. പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമുക്ക് അവിടെ തന്നെ ഔട്ട്പുട്ട് കാണാം. ഒരു ഇന്ററാക്റ്റീവ് ഇതാണ് എഡിറ്റർ ആണ് കൊലാബ്. ഓക്കെ, ഇന്ററാക്റ്റീവ് നോട്ട്ബുക്ക് ആണ്. അതിന് ഇന്ററാക്റ്റീവ് നോട്ട്ബുക്ക് എന്നാണ് പറയുക. അപ്പൊ അത് ഇന്ററാക്റ്റീവ് നോട്ട്ബുക്ക് ആണ്. പക്ഷേ അപ്പൊ അതിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്കത് കുറച്ചും കൂടി നല്ല പ്രോഗ്രാംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഡാറ്റാ സയൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള, യു ഷുഡ് ഹാവ് എ വെരി സ്ട്രോങ് എഡിറ്റർ. ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു IDE എഡിറ്ററിൽ വേണം പൈത്തൺ ചെയ്യാൻ. അപ്പൊ അത് there is a lot of IDE editors available. ഇപ്പോൾ നമുക്ക് ജെറ്റ് ബ്രെയിൻസിന്റെ തന്നെ ഡയറക്റ്റ് ഇത് ചെയ്യാം. പൈച്ചാം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറെ ചില എഡിറ്റേഴ്സ് ഉണ്ട്. അനാക്കോണ്ട ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് എഡിറ്റേഴ്സ് ഉണ്ട്. സ്പൈഡർ എന്ന് പറഞ്ഞൊരു എഡിറ്റർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ അല്ല, VS കോഡ് എഡിറ്റർ യൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെ പൈത്തണിന്റെ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള IDE ടൂൾസ് ആണ്. അപ്പൊ ഞാൻ അതിൽ റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ അതിലാവുമ്പോൾ എന്താ വെച്ചാൽ ഓൺലൈനായിട്ട് കറക്ഷൻസ് നടത്തും, എല്ലാം ഓൺലൈനായിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ച് സമയം എടുക്കും.
സമയം എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ്. ഇപ്പൊ കുറെ അത് സിസ്റ്റം ലൈബ്രറീസ് ഒക്കെ കുറെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതാണ് അതിന്റെ ഇന്റർഫേസ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോണത് ഐ വോണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ. ഓക്കെ, ഇതാണ് ബേസിക്സ് കൊണ്ടാണ് നമ്മുടെ പൈത്തണിന്റെ ഫോൾഡർ. ഇതിൽ എനിക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ welcome.py. ഒന്നും ചെയ്യാനില്ല, ഒന്നുകിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ന്യൂ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫയൽ പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ ഇവിടെ വരിക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ വരും. ന്യൂ പൈത്തൺ ഫയൽ ഇങ്ങനെ എടുക്കാം. ശ്രദ്ധിച്ചോളൂ, ഇതാണ് അതിന്റെ പാത്ത്, പാത്ത്. മെനു വഴിക്കാണ് എടുക്കുക. അപ്പൊ ഞാൻ ഇതിന് കൊടുക്കാൻ പോണു. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യണം, ഒന്നും ചെയ്യുന്നില്ല. വെൽക്കം py കൊടുക്കണ്ട, അത് തനിയെ എടുത്തോളൂ. കണ്ടോ, പൈത്തൺ ഫയൽ ആണെങ്കിൽ welcome.py തനിയെ വന്നോളൂ. പക്ഷെ ഫയൽ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി കൊടുക്കേണ്ടി വരും പേര്. പൈത്തൺ ഫയൽ എന്ന് പറഞ്ഞാൽ തനിയെ അത് ആഡ് ചെയ്തോളൂ. ഇനിയിപ്പോ ഞാനിവിടെ നമ്മൾ ചെയ്ത മാതിരി തന്നെ പ്രിന്റ് ഇവിടെ വെൽക്കം ടു കണ്ടോ, അതിൽ കുറച്ചും കൂടി ആ കോഡ്സ് ഒക്കെ തനിയെ വന്നു. ഞാൻ സിംഗിൾ കോഡ് ഒരു സ്ഥലത്ത് കിട്ടുമ്പോഴത്തേക്കും തന്നെ അതിന്റെ ഇത് വന്നു, ക്ലോസിംഗ് കോഡ് വന്നു. മനോരമ അല്ലേ, ആ സ്ട്രിങ് ആകുമ്പോ ടെക്സ്റ്റ് ആകുമ്പോ അത് ആ ഗ്രീൻ കളറിലാണ് കാണിക്കുക. മറ്റേ പൈത്തണിന്റെ കമാൻഡ്സ് ഒക്കെ കളർ മാറും. അപ്പൊ ആ കളർ നോക്കിയിട്ട് തന്നെ നമുക്ക് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ 2 ലൈൻസ് ആണ് ഇട്ടിരിക്കുന്നത്. കൊലാബ് ഇന്നലെ ഞാൻ ഓടിച്ച് കാണിച്ചു തന്നു. കൊലാബ് ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഒരു ഇതും കൊലാബിന്റെ ഒരു ഡോക്യുമെന്റ് തരാം. നെക്സ്റ്റ് ജൂപ്പിറ്റർ നോട്ട്സിന്റെ ഡോക്യുമെന്റ് തരാം. അത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരാൾ ഇവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജൂപ്പിറ്റർ നോട്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഡോക്യുമെന്റ് ഞാൻ തരാം. തിങ്കളാഴ്ച ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ രണ്ടിലും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. നമുക്ക് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യാമോ? ചെയ്യാം. ഓക്കെ, വിഷ്വൽ കോഡ് സ്റ്റുഡിയോയിലാണ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പൈച്ചാൻ ആവശ്യമില്ല. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്താൽ മതി. ഓക്കെ. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ലിസ്റ്റ് ടപ്പിൾ. കാരണം ഇത് തമ്മിൽ ഇന്റർചേഞ്ചബിൾ, ആഡ് ചെയ്യാൻ പറ്റില്ല, ഇമ്മ്യൂട്ടബിൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നുകൂടെ പറയാമോ? ടപ്പിളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിൽ നമുക്ക് വാല്യൂസ് അപ്പോൾ നമുക്ക് മാറ്റാം. ടപ്പിളിലെ വാല്യൂസ് മാറ്റാൻ പറ്റില്ല, അത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേ സാധനം തന്നെയാണ്. പക്ഷെ ടപ്പിളിൽ നമ്മൾ ഒരിക്കൽ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ചെയ്യാൻ വെച്ചാൽ ഫുൾ ടപ്പിൾ തന്നെ കളഞ്ഞ് പുതിയ ടപ്പിൾ സെറ്റ് ചെയ്യണം. പക്ഷെ ലിസ്റ്റ് അങ്ങനെയല്ല. ലിസ്റ്റിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിന്റെ ഉള്ളിലത്തെ വാല്യൂസ് നമുക്ക് റാൻഡം ആയിട്ട് ഡിലീറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം, എല്ലാ ഓപ്പറേഷൻസും നടത്താം. ടപ്പിളിൽ അതിലെ വാല്യൂ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കളയാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ വരും, അതിന്റെ സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം പ്രോഗ്രാംസ് വരുമ്പോഴേ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആ കോഡ്, ഈ കോഡ് ഞാൻ ഇന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് തന്നെ വാട്സപ്പിൽ ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അത് രണ്ടാണ് ഞാൻ ഇന്ന് ഇടാം. നാളെ ഞാൻ മറ്റേ 2 ഇതും ഇടാം, ജൂപ്പിറ്റർ നോട്ട്സിന്റെയും മറ്റേ ഗൈഡ് ലൈൻസും കൂടി ഇട്ട് തരാം. ഓക്കെ, അപ്പൊ വാട്സപ്പിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഇട്ട് തരാം. സെഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ ഇടാം. ഹലോ സർ. ചോദിച്ചോളൂ സർ. അസൈൻമെന്റ്സ് അപ്പൊ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പിൽ ആ നമ്പർ വിളിച്ചാൽ മതി. ആ നമ്പർ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കോർഡിനേറ്ററിന്റെ നമ്പർ. അപ്പോൾ വിഷയം അല്ലാണ്ട്, അതായത് പൈത്തണിന്റെ ടോപ്പിക്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും വേറെ പ്രൊസീജിയേഴ്സ് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ ചിലപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാവില്ല, ഞാൻ പറയാം. പക്ഷേ ഞാൻ ഇൻഫോം ചെയ്യാം നിങ്ങളോട്. ഞാൻ നാട്ടിലൊന്നും പോകുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ ട്രാവലിംഗ് ഉണ്ടാവും, അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് ഉണ്ടാവും. നെക്സ്റ്റ് ക്ലാസ് മൺഡേ 8:30. ഇനി അതർ ഡൗട്ട്സ്? ഇല്ലെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാം. Okay, so thank you everybody. Have a happy weekend.
ഓക്കെ, ഉണ്ടെങ്കിൽ കാണാം. താങ്ക് യു സർ. Thank you. താങ്ക് യു.